സത്യത്തിന് നേരെ കണ്ണടയ്ക്കാൻ എനിക്ക് പ്രയാസമാണ്. ഞാൻ പ്രതികരിക്കും. അതെൻ്റെ ജന്മസിദ്ധമായൊരു വാസനയാണ്. അഭിനയം പോലെ തന്നെ അതാണ് എന്നിലുള്ളത്. പിന്നെ ഓരോരുത്തർ അവരവരുടെ ഭാഷ്യത്തിൽ അത് പറയുന്നു എന്ന് മാത്രം. ദിലീപ് ഒരു വിഷമാണെന്ന് ഞാൻ പറഞ്ഞതാണ്. അത് എൻ്റെ അനുഭവത്തിൽ നിന്നാണ് പറഞ്ഞത്. മമ്മൂട്ടി ഞാനായിട്ട് പലപ്പോഴും ഉടക്കിയിട്ടുണ്ട്, തക്കതായ കാരണത്തിനാണ്. ഇപ്പോൾ ഉടക്കില്ല എന്നിൽ. മമ്മൂട്ടി കൊണ്ടൊന്നും എനിക്കറിയാൻ പാടില്ല. എൻ്റെ 50-ാം വാർഷികം, അഭിനയത്തിൻ്റെ 50-ാം വാർഷികം ആഘോഷിക്കുന്നതിൻ്റെ ആ ആഘോഷ പരിപാടി ഉദ്ഘാടനം ചെയ്ത മമ്മൂട്ടിയാണ്. അദ്ദേഹം എന്നെക്കുറിച്ച് വളരെ മനോഹരമായി സംസാരിച്ചു. മോഹൻലാലും ഞാനുമായിട്ട് ഒരിക്കലും തെറ്റിയിട്ടില്ല. ഇന്ന് വരെ ഒരു വാക്കിൽ പോലും ഒന്ന് ചൂടായി സംസാരിച്ചിട്ടില്ല. മാക്സിമം എന്നെ സ്നേഹം പ്രകടനത്തിൽ ഒതുക്കുക എന്ന് പറഞ്ഞാൽ മറ്റു മീനിങ് ധരിക്കരുത്. ഇതൊക്കെ പറയുമ്പോഴാണ് കുഴപ്പം. സ്നേഹം കൊണ്ട് ഒതുക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ മക്കളെ ഒതുക്കുന്ന പോലെ, അല്ല അച്ഛനെ ഒതുക്കുന്ന പോലെയൊക്കെ അങ്ങനെ ഒതുക്കി വെച്ചിട്ടുള്ള വ്യക്തിയാണ്. ഈ മോഹൻലാലിനെ കുറിച്ച് ഞാൻ പറഞ്ഞിരിക്കുന്നത്, അയാൾ മനോഹരമായി അഭിനയിക്കുന്നൊരു നടനാണ്. അദ്ദേഹത്തിൻ്റെ ശക്തി, ഞാൻ പറഞ്ഞിട്ടുള്ള വാക്കാണ് പറയുന്നത്, അദ്ദേഹത്തിൻ്റെ ശക്തി എന്താണെന്ന് അദ്ദേഹത്തിന് അറിഞ്ഞുകൂടാ, ആനയെപ്പോലെ. പക്ഷേ മോഹൻലാലിനെയും മമ്മൂട്ടിയൊക്കെ ചുറ്റിക്കറങ്ങുന്ന കുറേ ഉപഗ്രഹങ്ങളുണ്ട്. അവരവരുടെ നിലനിൽപ്പിന് വേണ്ടിയാണത് ചെയ്യുന്നത്. ആ നിലനിൽപ്പ് ഇവരുടെ കൂടെ നിന്നെങ്കിൽ മാത്രമേ ഉണ്ടാവുന്ന തെറ്റിദ്ധരിക്കുന്നവരാണ് അവർ. താല്പര്യമില്ല എന്ന് പറഞ്ഞാൽ വിളിച്ചാൽ പോവും, താല്പര്യമില്ല എന്നാണ്. വിളിച്ചാൽ പോകുന്ന കാശിന് വേണ്ടിയായിരിക്കും. അതിൽ ആത്മാർത്ഥം ഉണ്ടാവില്ല. എൻ്റെ അഭിനയത്തിൽ ആത്മാർത്ഥം ഉണ്ടാവില്ല. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ സൂപ്പർ താരങ്ങൾ അവരെയാണ് അവതരിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ്. ഇപ്പം മോഹൻലാലിൻ്റെ കൂടെ അഭിനയിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു കെമിസ്ട്രി മമ്മൂട്ടിയോട് അഭിനയിക്കുമ്പം ഉണ്ടാകുന്നില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് എൻ്റെ സത്യമാണ്. ഇതെനിക്ക് ഭ്രാന്തായത് കൊണ്ടാണ് എന്ന് ആരെങ്കിലും പറയുന്നെങ്കിൽ അവർക്കാണ് ഭ്രാന്തെന്ന് ഞാൻ പറഞ്ഞാൽ മറ്റൊന്നും തോന്നരുത്. മമ്മൂട്ടി എന്നോട് ചോദിച്ചു, ചേട്ടാ മതിലുകൾ കണ്ടോ? ഞാൻ പറഞ്ഞു, മതിലുകൾ കണ്ടു, തനിയാവർത്തനവും കണ്ടു. എങ്ങനെയുണ്ട്? നിങ്ങൾക്ക് സ്റ്റേറ്റ് അവാർഡും നാഷണൽ അവാർഡും ഉറപ്പാണ്. മമ്മൂട്ടിയോട് ചോദിക്കാം, ആർക്ക് വേണമെങ്കിലും. ഇപ്പം മമ്മൂട്ടി തന്ന ഉത്തരം, സ്റ്റേറ്റ് അവാർഡ് ചിലപ്പോൾ കിട്ടിയേക്കും, നാഷണൽ അവാർഡൊന്നും കിട്ടത്തില്ല. രണ്ടും കിട്ടും. 5000 രൂപ ബെറ്റ് വെക്കാൻ പറഞ്ഞു. ഞാൻ തുറന്നു പറയുന്നു, അമ്മയോട് എനിക്ക് ബഹുമാനമാണ്, അമ്മ എന്ന സംഘടനയോടും. പക്ഷേ ആ സംഘടനയിലിരിക്കുന്ന എക്സിക്യൂട്ടീവിലെ ചില അംഗങ്ങൾ ചെയ്യുന്ന പ്രവൃത്തികൾ വളരെ മോശമാണ്. ഒരു മാഫിയ പോലെയാണ്, തീവ്രവാദപരമാണ്. മലയാള സിനിമയിൽ ഇനി അഭിനയിക്കേണ്ടെന്ന് ഞാൻ 2 പ്രാവശ്യം തീരുമാനിച്ചാണ്. അപ്പോഴൊക്കെ പ്രേക്ഷകരുടെ കത്തും മറ്റുള്ള ചില പ്രേരണയാണ്, ചില പുരസ്കാരങ്ങൾ കിട്ടിയത് കൊണ്ടാണ് ഞാൻ വീണ്ടും നിന്നത്.